ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു ചക്ക വേവിച്ചതാ. ചക്കപ്പുഴുക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോ തേങ്ങയും കറിവേപ്പിലയും കാന്താരിയൊക്കെ ചതച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചപ്പോ ഒരുപാട് പേര് പറഞ്ഞു ജീരകവും വെളുത്തുള്ളിയൊക്കെ അരയ്ക്കണം. ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കും. പക്ഷെ കറിയൊക്കെ ഉള്ള ദിവസങ്ങളില് കറി ഉള്ളപ്പം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ രീതിയിലാണ്. കാര്യം എന്ന് വെച്ചാല് ഇന്ന് എന്റെ ചേട്ടൻ ഗൾഫിന് പോവാം. അപ്പൊ ചേച്ചിക്ക് ചക്ക വേവിച്ചത് വേണം, കപ്പ ബിരിയാണി വേണം, അച്ചാർ വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. ചേട്ടൻ ഇവിടെ നിന്നാ പോകുന്നത്. അപ്പൊ ഞാന് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക രാവിലെ തന്നെ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ മാറാൻ ഞാൻ ഇങ്ങനെയാണ് ചക്ക വഹിക്കുന്നത്, ആ മറ്റേ രീതിയിലും ഉണ്ടാക്കും. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നേ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ. രാവിലെ തന്നെ വെട്ടി അരിഞ്ഞ് റെഡിയാക്കി എടുത്തു കേട്ടോ. ഒരു ചെറിയ ചക്കയായിരുന്നു, ആ ചക്ക മുഴുവൻ എടുത്തു. പിന്നെ അതിലേക്ക് ഞാന് ഒരു വലിയൊരു തേങ്ങ തന്നെ എടുത്തു. കൊടുത്തു വിടുന്നല്ലേ ചേച്ചി, തേങ്ങയൊക്കെ നല്ല രുചിക്ക് ഇരുന്നോട്ടെ. അപ്പം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, കാന്താരിമുളക് അരച്ചേക്കുന്നത് കേട്ടോ. കാന്താരിമുളക് അരച്ചേക്കുന്നത്. പിന്നെ ചെറിയ ജീരകം, കുറച്ചൊരു 1/4 സ്പൂൺ കുരുമുളകും കൂടി എടുത്തു, മുഴുവൻ കുരുമുളക്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കണം. അതുപോലെ തന്നെ ചക്ക നമുക്ക് ആദ്യം തന്നെ ഒന്ന് അടുപ്പിലോട്ട് വെച്ചേ. ആവി കയറി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പങ്ങ് ചേർത്താൽ മതി. ചിലരൊക്കെ അരപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അടുപ്പിൽ വെക്കുക. ഞാനിപ്പോ ഇതൊന്ന് ചക്ക അടുപ്പ് വെച്ചു. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. നല്ലപോലെ വെയിൽ കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ചക്കയ്ക്ക് നല്ല വേവുണ്ട്. അതുകൊണ്ട് ഇതിന് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു. പിന്നെ ഉപ്പ്, ചക്കയ്ക്കുള്ള ഉപ്പ് കുറച്ചിട്ടു. അരപ്പിനുള്ളത് നമുക്ക് വേറെ കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് ആവി കയറുന്ന സമയം കൂടെ നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ മൂടി വെക്കാവേ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട്, തളിരലയാണ് നല്ലത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ചായച്ചെടുത്തത്. ചക്കയിൽ ആവി കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ അങ്ങോട്ട് തട്ടി ഇട്ടിട്ട് അരച്ച കൈവെള്ളം ഒന്ന് കുടഞ്ഞേക്കാവേ. അരപ്പിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ചിട്ട് നല്ലപോലെ ആവി കയറി വെന്ത് കഴിയുമ്പോൾ ഇളക്കി കൂട്ടിയെടുത്ത് ഒരു ഇച്ചിരി പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായാലും വെന്തോട്ടെ. ചക്ക ഒന്ന് തുറന്നു നോക്കണ്ടേ. ചക്കയൊക്കെ ഏകദേശമായി. ഒന്ന് കുടഞ്ഞിടാവേ. ഒരാവിയും കൂടെ കയറണം. എന്നിട്ട് ഇളക്കി കൂട്ടാം. നമ്മുടെ ചക്ക ഇത് തുറന്നു നോക്കണം. നല്ല പോലെ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം. ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കണ്ട 2 പച്ചക്കറിവേപ്പിലയും കൂടെ ഒന്ന് എടുത്തിട്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കും കേട്ടോ. ഒന്ന് മൂടി വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി കൂട്ടി ഇങ്ങോട്ട് എടുക്കാം. ഇനി അങ്ങ് ഇളക്കി കൂട്ടിയേക്കാവേ. ചക്കയൊക്കെ നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇളക്കി കൂട്ടി ഇതാ കണ്ടോ. ചക്ക ഇളക്കിയ കോലേന്ന് ഇച്ചിരി ഇങ്ങനെ തിന്നുമ്പോ എന്നാ സുഖാന്നറിയോ. എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മൾ ഒരു പ്ലേറ്റിലോട്ടാക്കിയിട്ട് തണുക്കാൻ വെക്കാവേ. എന്നിട്ട് വേണം നമുക്ക് ഇത് സിപ്ലോക്ക് കവറിനകത്താക്കി ഫ്രീസ് ചെയ്ത് കൊടുത്തു വിടണം. കണ്ടോ, ഈ ചക്ക തിന്നാത്തവർക്കൊക്കെ ഈ ചക്ക തിന്നാനുള്ള കൊതി അത്രയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.